എടാ നിന്നോട് ഞാൻ പറഞ്ഞല്ലടാ കാർ എടുക്കാന്ന് നടന്ന് മനുഷ്യന്റെ ഊപ്പാടിളകി. എടാ അതിനകത്തേക്ക് പെട്രോൾ എന്ന് പറഞ്ഞൊരു സാധനം ഊത്തണം, എന്നാലാണ് അത് ഓടുള്ളൂ. എടാ നിനക്ക് പെട്രോൾ ഊത്താനല്ലടാ ഞാൻ എന്റെ തന്തപ്പണിയോട് പറഞ്ഞ് പറ്റിച്ച് നിനക്ക് പൈസ അയച്ചെന്ന്. അതെന്തേ? ആ പൈസക്കാണ് ഈ ഫ്രൂട്ട്സ് മേടിച്ചത്. അപ്പൊ അതിന് നിന്റെ പൈസ ഇല്ലേ? എടാ അതിന് എനിക്കറിയോ, അവള് ഗർഭിണിയായിട്ട് കിടക്കുമല്ലേ, എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് അല്ലണ്ടേ. അല്ല ഈ ആദ്യരാത്രി കവിതയും പറഞ്ഞിരുന്നവനൊക്കെ ഇതൊക്കെ എങ്ങനെ ഒപ്പിച്ചേ? എടാ അതിപ്പോ അവൻ ഇടയ്ക്ക് വലിയ ഇംഗ്ലീഷ് കവിത പാടിക്കാണും. അല്ല അതേത് കവിത? Come on baby, oh yeah. എന്താണമ്മേ ഒരു ആലോചന? നമ്മുടെ കുറെ തരപ്പന്മാരുണ്ടേ, അവരെങ്ങനെ തല്ലിക്കൊല്ലാന്ന് ആലോചിച്ചതാ. നമ്മളെ എന്താന്നാ രണ്ടും കൂടെ രാവിലെ തന്നെ അങ്ങോട്ട്? അല്ല മാം, ഒരു മംഗളാരിയൊക്കെ എടുക്കുമ്പോ ഞങ്ങള് വരണ്ടേ? പിന്നെ നിങ്ങളാണല്ലോ മംഗളാരം ഉണ്ടാക്കിയത്, അപ്പൊ തീർച്ചയായിട്ടും വരണം. അയ്യോ അമ്മ ഞങ്ങൾക്ക് അതിൽ പങ്കൊന്നുമില്ല, ഫുൾ ക്രെഡിറ്റ് അമ്മയുടെ മോനൊറ്റയ്ക്കാ. ഇതെന്നാടാ അത്? അമ്മ ഇത് കുറച്ച് ഫ്രൂട്ട്സ് റഹനയ്ക്ക്. ഓ അവൻ പറഞ്ഞാണ് ഫ്രൂട്ട്സ് മേടിച്ചു കൊടുക്കാൻ. ഇത് ഞങ്ങളുടെ ഒരു സന്തോഷത്തിനാ. എടാ അവളെ വീട്ടുകാർക്കില്ലാത്ത സന്തോഷം എന്തിനാ നിങ്ങൾക്ക്? അല്ലെങ്കിൽ എല്ലാവർക്കും സന്തോഷം, ടെൻഷൻ മുഴുവൻ എനിക്ക്. എടാ ഈ പ്രസവം തന്നെ എന്തോരം ചെലവുണ്ടെന്നറിയോ? അവൾക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, മരുന്ന് മേടിച്ചു കൊടുക്കണം, ആശുപത്രിയിലെ ചെലവ്, ഇതെല്ലാം കൂടെ പ്രസവ ശുശ്രൂഷ വേറെ. മനുഷ്യനെ ആലോചിച്ചിട്ട് തലക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. അമ്മ എന്തിനാ ഇതൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കണേ? അതിനല്ലേ ഹരി പണിക്ക് പോണേ. ആരെ അവനാ? കല്യാണം കഴിഞ്ഞ ശേഷം ഇതുവരെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണത് ഞാൻ കണ്ടിട്ടില്ല. അത് പിന്നെ അവര് പുതുമോടികളല്ലേ. എടാ മോദി ആയാലും മൻമോഹൻ സിംഗ് ആയാലും പണിക്ക് പോയില്ലെങ്കിൽ പട്ടിണി കിടക്കണ്ടേ? ഒരു പട്ടിണി കിടക്കണ്ട, അവർക്ക് വേണ്ട കാശുണ്ട്, അത് ചോദിച്ചോളും. നിങ്ങളത് പറയൂടാ, നിങ്ങളാണല്ലോ അതിനെ കൂട്ടുന്നത്. പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. താങ്ങി പിടിച്ചോണ്ട് വന്നല്ലേ ഫ്രൂട്ട്സ്, കൊണ്ട് കോട്. ആ പിന്നെ ആദ്യം നിങ്ങളുടെ കരിക്ക് തന്നെ കൊടുക്കും കേട്ടാ. അവനിപ്പോൾ ചായ കുടിച്ചിട്ടിരിക്കുക, ഭയങ്കര ക്ഷീണം കാണും. ഹരി ഹരി ഞങ്ങളെത്തി. ഈശ്വരാ, ഈനാമ്പേച്ചി മരപ്പട്ടി എല്ലാം കൂടി ഒന്നിച്ചാണല്ലോ. സന്തോഷമായില്ലേ നിനക്ക്? ചെലവെപ്പോഴാ? എന്താ പ്രശ്നം? എന്താ എന്താണ് പതിവില്ലാതെ ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട്? ഓ ഒന്നും അറിയാത്ത പോലെ കൊച്ചു കള്ളൻ. എങ്ങനെ ഒപ്പിച്ചതൊക്കെ? എടാ എന്താ കാര്യം എന്താ എനിക്ക് മനസ്സിലായില്ല. ഞങ്ങളെല്ലാം അറിഞ്ഞു, റേന ഛർദ്ദിച്ചതും അമ്മ പാല് കാച്ചി കൊടുത്ത കാര്യമൊക്കെ. അതാണ്. എടാ നിങ്ങൾ വല്ലവരും പറഞ്ഞു കേട്ട് ഇങ്ങോട്ട് ഓടി പഠിച്ചു വരേണ്ട ആവശ്യമുണ്ടോ? നിങ്ങളെന്താ പൊട്ടന്മാരാണോ? പിന്നെ വെള്ളം അടിച്ചിട്ടാണ്ടോ വാള് വെച്ച? എടാ വെള്ളം അടിച്ചാൽ മാത്രം മനുഷ്യർ വാള് വയ്ക്കുള്ളൂ. എന്താ സംഭവിച്ചേ? എടാ ഇന്നലെ ഇവള് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ ഛർദ്ദിച്ച്. അമ്മ വിചാരിച്ച അവള് പ്രഗ്നൻ്റ് ആണ്. പിന്നെ അമ്മയുടെ സ്നേഹം കണ്ടപ്പോൾ ഞങ്ങളത് മാറ്റാൻ പോയില്ല. അപ്പം അങ്ങനെ ഒരു നാടകം കളിച്ചാൽ ഞങ്ങൾ അതുമ്മ കയറി പിടിച്ച്. മോനെ ഫുൾ ആക്ടിങ്. എടാ അപ്പൊ ശരിക്കൊന്നും നടക്കില്ലേ? ഹരിയേട്ടൻ പാവാ. എന്റെ 2 കിലോ അപ്പന്റെ പൈസ വെറുതെ പോയല്ലേ? എടാ പക്ഷെ പിന്നെ നിന്റെ അമ്മ അങ്ങനെയൊന്നുമല്ലോ വിചാരിച്ചേക്കണേ. എടാ അതല്ലേ പറഞ്ഞേ, അമ്മേനെ ഞങ്ങൾ അങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ വരണത്ത് ചാണ്. അതൊക്കെ ഞാൻ റെഡിയാക്കിക്കോളാം. ഞാനേ അമ്മയെ പോയി അടുക്കളയിൽ നിന്ന് ഹെൽപ്പ് ചെയ്തിട്ട് വരാം. ആ ചെന്നെ കയറി കൊടുക്കും. എടാ ഹരി ഇതൊക്കെ റിസ്ക് അല്ലേ? എടാ എന്ത് ചെയ്യാനാണ്? അമ്മ അങ്ങനെയൊക്കെ വിചാരിച്ചു നമ്മൾ എന്ത് ചെയ്യും? അല്ല സീനാവണ്ടിരുന്നാ മതി. ആ പിന്നെ അച്ഛൻ ഇതൊക്കെ കേട്ട് നല്ല സന്തോഷത്തില്ല. അപ്പം നിങ്ങൾക്ക് വേണ്ടി എന്തോ കുപ്പിയൊക്കെ എടുക്കണ കാര്യം പറയണ്ടേ? ആ ആളവിടെ ആള് കടയിൽ പോയതാ. പെട്ടെന്ന് അങ്ങനെ വരുമോ? ആ വരുമായിരിക്കും. അല്ല ഞങ്ങൾക്കുള്ളത്. അല്ല അതെനിക്കറിയില്ല, കടയിൽ പോകണമെന്ന് പറഞ്ഞു പോയതാ. അല്ല എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ചെല്ലട്ടെ. ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. എന്താ അമ്മ ഉണ്ടാക്കുന്നേ? നല്ല മണം. നീ പിന്നെ മണം പിടിക്കാനല്ലേ ഈ പരിസരത്തോട്ട് വരുള്ളൂ. ദേ നല്ല കടുമാങ്ങാച്ചാറാ നമുക്ക് വിശേഷമുള്ളത്. പക്ഷെ ഗർഭിണികള് മാങ്ങാച്ചാറല്ലല്ലോ, പച്ചമാങ്ങയല്ലേ കഴിക്കുന്നത്, നല്ല പുളിയുള്ള. എന്നോട് ആരാത് പറഞ്ഞേ? നീ മുമ്പ് ഗർഭിണി ആയിട്ടുണ്ടോ? അല്ല മറ്റുള്ളവര് പറഞ്ഞു കേട്ടുള്ള. അത് നീ ഗർഭിണിയാണെന്ന് ഉറപ്പൊന്നുമില്ലല്ലോ. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചല്ലോ. ശ്രദ്ധിച്ച എല്ലാവരും ഗർഭിണിയാവോ? നമുക്ക് ഡോക്ടറെ കണ്ടിട്ട് ഉറപ്പിക്കാനേ. എന്തുറപ്പിക്കുന്ന കാര്യം പറയണത്? ഇത് ഗർഭിണിയാണെന്നല്ലേ പറയണേ, ഡോക്ടറെ കണ്ടിട്ടൊന്ന് ഉറപ്പിക്കേണ്ട കാര്യം പറഞ്ഞതാ. അതിപ്പോ ഡോക്ടറിന് ഉറപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് കൺഫേം ആണോ? നിങ്ങൾ കണ്ടപ്പോ ഞാനേ കുറച്ച് ചിക്കനും ബീഫൊക്കെ വാങ്ങിക്കാൻ പോയി. വീട്ടിൽ അംഗസംഖ്യ കൂടി വരില്ലേ, അപ്പോൾ എൻ്റെ കൊച്ചു പോന് അവന് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വെച്ചുണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചു. ഉണ്ടാക്കി കൊടുക്കുന്നതൊക്കെ നല്ല തന്നെ, പക്ഷെ എനിക്ക് 2 കൈയുള്ളൂ. 4 ആളുടെ നാക്കുണ്ടല്ലോ. അയ്യോ കോമഡി പറയണ്ടേ, എന്നെ ഒന്നൊന്ന് സഹായിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് ഉണ്ടാക്കി തരാം. ഓ ഇനി നിന്നെ സഹായിക്കാൻ ഞാനിനി വേറെ കെട്ടിക്കൊണ്ടുവരണമായിരിക്കും. അയ്യോ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവില്ലേ?
എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലടി, ഞാൻ ഓക്കെയാണ്. അയ്യ കളവന്റെ ഒരു പൂതി കുഴിലോട്ട് കാര്യം ഇരിക്കുക അപ്പോഴേ എവറസ്റ്റ് കയറണമെന്നാണ് വിചാരം. എടി പറയാൻ പറ്റില്ല, ചിലപ്പോ കീഴടക്കിയാലോ. അതിലെന്ത് കാല് വേണ്ടേ? ആ കാര്യം ഞാൻ ഇങ്ങോട്ട് എടുക്കും. നിങ്ങൾ ഇവിടെ കിടന്ന് എന്റെ വായിന്ന് കേൾക്കാണ്ട് നിങ്ങൾക്ക് വല്ല പണിക്ക് വെക്കൂടത്. നിനക്ക് ഏത് നേരം നോക്കിയാൽ പണിക്ക് പോകാം. ഞാൻ നിന്നോട് മുമ്പും പറഞ്ഞിട്ടുണ്ട്, പണിക്ക് പോ എന്നൊരു വാക്ക് കൂടെ പറയരുത്. പണിക്ക് പോകും. ഈ പണി കണ്ടുപിടിച്ചവനെ ആദ്യം തല്ലണം. ഞാൻ നിന്നെ സഹായിച്ചോളാം കേട്ടാ. അതാ നല്ലത്. ആ എടുക്ക്, സാധനങ്ങളൊക്കെ എടുത്ത് വെക്കി. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ഞാൻ എന്ത് ചെയ്യാൻ? നോക്കി കളിച്ചാ മതി. അതെ അച്ഛൻ വന്നു. ആ വന്നു. അച്ഛനാണെ ബീഫും ചിക്കനും മീനും ഒക്കെ ആയിട്ടാ വന്നിരിക്കുന്നത്. അപ്പ ആ എന്തായാലും അച്ഛൻ നല്ല സന്തോഷത്തിലാണ്. അപ്പൊ നല്ല നല്ല ബ്രാൻഡ് ആയിരിക്കും. പിടിച്ചായിരിക്കോ? അതെനിക്കറിയാൻ പാടില്ല. അത് നിങ്ങൾ അച്ഛനോട് തന്നെ ചോദിച്ചോ. എന്തായാലും അച്ഛനോടുണ്ടല്ലോ, പോയിട്ട് വരാം. ഞങ്ങളെന്നാ പോയിട്ട് പുള്ളിയായിട്ട്. ആ ചെല്ലു ചെല്ലു ചെല്ലു. എല്ലാവരും നിങ്ങളോ? ഏയ് ഞാൻ വന്നാൽ ശരിയാവില്ല. അവിടെ പിന്നെയും വല്ല ഒച്ചപ്പാടും മുളകയോ. നിങ്ങൾ ചെല്ലു. അല്ല അപ്പൊ ഞങ്ങള് പോയാൽ ശരിയാവോ? ആ അച്ഛനോട് ചോദിച്ചാ. അല്ല ഇവന് വന്ന് ഇവിടെ സംസാരിക്കണം, നമുക്ക് പോയിട്ട് കാര്യങ്ങളൊക്കെ നടന്നിട്ട് ആ ചെല്ലട്ടെ. ചെല്ലു ചെല്ലു. ഓക്കെ പോയിട്ട് വരാം. ഓക്കെ മാൻ. അപ്പൊ ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വിളിക്കാം. നമ്മൾ വന്നേക്കട്ടോ. ഫ്രിഡ്ജിന്റെ കാര്യം അച്ഛൻ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. പ്ലെയിൻ ഫ്രിഡ്ജേ. ആ വെറുതെ എല്ലാവരും പോയത്. ഓ സഹായിക്കാൻ മലമറിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഫോണിൽ തോണ്ടിയിരിക്കുന്നു. ഞാൻ വരാടി, ഇനി തിക്കും തിരക്കും പിടിക്കില്ലേ, കുറച്ച് കഴിയട്ടെ. എന്താണ് ഇപ്പൊ ഇത്രക്ക് തിരക്ക്? സഖാവേ, പറയടാ പിള്ളേരെ. എവിടം വരെയായി പാർട്ടി പ്രവർത്തനങ്ങളൊക്കെ? അതെ, ഓ അതെങ്ങനെ പോന്ന് അതിന്റെ രീതിക്ക്. സഖാവൊന്ന് മന്ത്രിയായിട്ട് വേണം. നമുക്കിവിടെ കുറച്ച് വികസനങ്ങളൊക്കെ ഒന്ന് കൊണ്ടുവരാൻ. അതെ അതെ. അതാടാ, എന്താടാ കാര്യം? സഖാവേ ഇന്ന് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമല്ലേ? പിന്നെ നമ്മുടെ ആ ഹരി അച്ഛനാവാൻ പോകുന്നു, രഹനയാണെങ്കിൽ ഒരു അമ്മയാവാൻ പോകുന്നു, സഖാവാണെങ്കിൽ ഒരു അപ്പൂപ്പനാവാൻ പോകുന്നു, അതെ, അമ്മ ഒരു അമ്മൂമ്മയും. നമ്മുടെ വീട്ടിലേക്ക് ഒരു പുതിയ അതിഥിയൊക്കെ വരുമല്ലേ? ഇനി മൊത്തം ഒരു സന്തോഷത്തിന്റെ ഒരു ദിവസമല്ലേ? അല്ല നമുക്ക് ഈ സന്തോഷം ഒന്ന് ആഘോഷിക്കാം. പിന്നെ ആഘോഷിക്കണ്ടേ? എടാ അതിനല്ല ഞാൻ ഈ ബീഫും ചിക്കനൊക്കെ മേടിച്ചു തന്നത്. അതൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി കേട്ടോ. അല്ല അത് കഴിക്കും. അല്ല അച്ഛൻ ഹരിനോട് പറഞ്ഞ ആ ക്ലെൻ പിടിച്ച് അതിരിക്കണ്ടോ? ഞാൻ ഹരിയോട് പറഞ്ഞായിരുന്നു. അയ്യോ എനിക്കത് ഓർമ്മയില്ലടാ. എന്നാ പറഞ്ഞില്ലായിരുന്നോ? ഹരി എടുത്ത് കൊണ്ടിരുന്നല്ലോ. എനിക്കെന്നത് ഓർമ്മയൊന്നുമില്ല. ഞാൻ ഈ ബീഫും ചിക്കനൊക്കെ സാധനങ്ങളൊക്കെ മേടിച്ചു തന്നപ്പം എൻ്റെ കയ്യിലെ കാശൊക്കെ തീർന്നു. നിങ്ങളൊരു കാര്യം ചെയ്യടാ, നിങ്ങളൊരു ബീർ വാങ്ങിക്കി, എന്നിട്ട് നിങ്ങളുടെ കൂട്ടുകാരന്മാരെല്ലാവരും കൂടി ആഘോഷിക്കും. ബിയറാ? സഖാവ് എന്തി പറയണ? ബിയർ അടിച്ചിട്ട് എന്താവാനാ? എനിക്കൊരു കോള് വരുന്നേ. സഖാവേ ഒരു മിനിറ്റ് അത്യാവശ്യം. ആ പറയൂ സഖാവേ. ആ പറഞ്ഞോ എൻജോയ് 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 ആഘോഷിച്ചോ. ഇല്ല ഇവിടെ പറഞ്ഞതാ. എന്തെടുത്ത് എൻജോയ് പറ. നീ പെണ്ണയാണ്. അമ്മാവേ വണങ്ങാതെ ഉയിരില്ലയേ. അമ്മ തുണി തന്നെയാണോ അമ്മ? ഇല്ലടാ മാലപ്പടക്കം കൊടുക്ക കൂടുന്ന. അമ്മയുടെ ഒരു കോമഡി. അതെ അതെ അമ്മേനെ പോലെ ഒരു അമ്മേനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം. അതെ. ഈ അമ്മേനെ പോലെ അമ്മ മാത്രമേ ഉള്ളൂ കേട്ടോ. അമ്മയുടെ ആ ഒരു വാത്സല്യം, അതെ, ആ കൈപുണ്യം, പിന്നെ അമ്മയുടെ ആ ദേഷ്യം. ദേഷ്യം വരുമ്പോ അമ്മേനെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാ. അതെ കാര്യം മറ്റു പോടാ. അമ്മ, നിങ്ങളുടെ സന്തോഷമാണല്ലോ അമ്മ ഞങ്ങളുടെ സന്തോഷം. അതെ, അതുപോലെ ഞങ്ങളുടെ സന്തോഷമാണല്ലോ അമ്മ നിങ്ങളുടെയും സന്തോഷം. അത് നിങ്ങളുടെ സന്തോഷം എന്തായാലും എന്റെ സന്തോഷമല്ല. നീ കാര്യം പറ. അല്ല, സന്തോഷമാണല്ലോ ഏറ്റവും വലുത്. പറ. അപ്പൊ ആ സന്തോഷത്തിന്റെ ഭാഗമായിട്ട് അമ്മയുടെ വക ഞങ്ങൾക്കൊരു അല്ല അല്ലമ്മ ഒരു ജേഡിയോ ബക്കാഡിയോ അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. അല്ല അമ്മ ഒരു 2000 രൂപ ഞങ്ങള് മേടിച്ചോളാം. മനസ്സിലായില്ല. അമ്മ ഓ ബ്രാൻഡി വാങ്ങാനാണോ? ആ അത് ശരി. അതിനാണ് മക്കളെ കിടന്ന് ഇങ്ങനെ ചുറ്റി വളഞ്ഞു വന്നത് അല്ലേ? അല്ല, അമ്മയുടെ ഇങ്ങനെ നേരിട്ട് ചോദിക്കുന്നത്. അതെന്ത് വർത്താനം? നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് പിള്ളേരെ കല്യാണം നടത്തിച്ച് ഇപ്പൊ ഇവിടെ ഒരു സന്തോഷം ബുദ്ധിമുട്ടായിട്ട് കണ്ടിട്ടില്ല. നിങ്ങളുടെ കഷ്ടപ്പാട് അമ്മന്ന് അറിയണ്ടേ? നിങ്ങൾക്ക് ഞാനൊരു പിന്നെ ഇല്ലേ അമ്മയുടെ കുപ്പിയൊന്നുമില്ല. ഞാൻ പൈസ വേണമെങ്കിൽ തരാം. മതി മതി മതി. 2000 ഉണ്ടാവൂട്ടാ. ഒരു കാര്യം മക്കളോടെ അമ്മയെ കാശാരിപ്പാട്ടല്ലിട്ട്
പാവം അമ്മ ഒരു 3000 ചോദിക്കായിരുന്നു. ഏയ് അത്യാർത്ഥി വേണ്ടടാ, നമുക്ക് അവൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ടോ 6,000 ചോദിക്കാം. ആ നന്നായി. പറഞ്ഞാനം കിട്ടിയാ എടാ നിന്റെ ആ തന്തസഖാവില്ലേ പുള്ളി തേച്ച് പിന്നെ അമ്മയുടെ അടുത്ത് ഒരു കാര്യമൊക്കെ പറഞ്ഞ് അമ്മേനെ കുപ്പിയിലാക്കി. ഇപ്പൊ 2000 രൂപ എടുത്തോണ്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മ ആരുടെ അമ്മ? നിന്റെ അമ്മ അല്ലാണ്ടാ. എൻ്റെ അമ്മ സമ്മതിച്ചാ? ആടാ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അങ്ങനെ വന്നു. അമ്മ ദേ അടുക്കളയിൽ നിന്ന് നിനക്ക് അവരെ തല്ലരുത്. അല്ല അമ്മ തല്ലിക്കോ. അത് കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ ഇടയ്ക്കെന്താ പറഞ്ഞു. എന്റെ പൊന്നുമോനെ. എടാ ദേവി നീ ഉണ്ടവിടെ? അവര് പോയാ? പോയി. എടാ നിന്റെ ഭാര്യ ഗർഭിണിയാന്റെ ചെലവ് വെച്ചോന്ന് ഞങ്ങളുണ്ടല്ലോ ചൂട് വെച്ചവരല്ലേ കണ്ടല്ലോ നീ. നീ ഇത് കള്ളഗർഭാണെന്ന് അങ്ങനെ അറിഞ്ഞാണ്ടല്ലോ. നിന്നെ അന്ന് തലയിൽ വെട്ടിയില്ലേ, ആ വിട്ട് നിന്റെ നെഞ്ചത്തിരിക്കും. നീ സൂക്ഷിച്ചവരെ. ഞങ്ങൾ പതുക്കെ പോണേണ്. വാ 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 വാ. ഇനി എന്തൊക്കെ നടക്കുന്നു വല്ല പെടുത്തോണ്ടാ.